യഹോവയ്ക്ക് നേരുകയും നിവർത്തിക്കുകയും ചെയ്യുവിൻ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആണ്ടുതോറും ആലയത്തിൽ കടന്നു വന്ന തൻ്റെ ഹൃദയഭാരം ഇറക്കി വെച്ച ഹന്ന ഒരിക്കൽ അവൾ ദൈവസന്നിധിയിൽ ഒരു നേർച്ച നേർന്നു. ദൈവമേ, അവിടെ നിന്ന് എനിക്കൊരു പുരുഷ സന്താനത്തെ തരുന്നുവെങ്കിൽ ഞാൻ ആ കുഞ്ഞിനെ ജീവപര്യന്തം അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി അങ്ങേക്ക് ഞാൻ സമർപ്പിക്കും. അവൾ ദൈവത്തിന് നേർന്നപ്പോൾ, അവൾ ദൈവത്തിന് തൻ്റെ കുഞ്ഞിനെ സമർപ്പിച്ചപ്പോൾ, വിശ്വാസത്താൽ അവൾ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവളോട് കരുണ കാണിച്ചു. ദൈവം അവളെ ഓർത്തു. ദൈവം അവളുടെ ഗർഭം തുറന്നു, അവളെ അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഹന്ന ആ കുഞ്ഞിനെ ലഭിച്ചപ്പോൾ വളരെ സന്തോഷിച്ചു. ഒരു കുഞ്ഞുണ്ടാകുക എന്നുള്ളത് എത്ര അനുഗ്രഹമാണ്, ഭാഗ്യമാണ്. ദീർഘനാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അങ്ങനെ ഒരു പൈതലിനെ അവൾക്ക് ലഭിച്ചത്. എന്നാൽ ആ കുഞ്ഞിനെ കരങ്ങളിൽ ലഭിച്ചതിൻ്റെ സന്തോഷത്തിൽ അവൾ ദൈവസന്നിധിയിൽ നേർന്നത് മറക്കുവാൻ തയ്യാറായില്ല. അവൾ ദൈവത്തിന് കൊടുക്കുമെന്ന് പറഞ്ഞതുപോലെ അവൾ എന്ത് തീരുമാനമെടുത്തോ അതിൽ തന്നെ ഉറച്ചു നിന്നു. ആ കുഞ്ഞിന് മുലകുടി മാറിയ ശേഷം അവൾ ആ കുഞ്ഞുമായി ആലയത്തിലേക്ക് വരികയാണ്. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ജീവപര്യന്തം ദൈവത്തിനു വേണ്ടി ഇവനെ വേർതിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നേർന്നത് നിവർത്തിക്കാൻ കഴിയുമ്പോൾ ഹൃദയത്തിൽ വരുന്നൊരു സന്തോഷമുണ്ട്. ഹന്ന പറഞ്ഞു, എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു. അതൊരാനന്ദമാണ്. ദൈവസന്നിധിയിൽ നേർന്നത് നിവർത്തിക്കുമ്പോൾ വരുന്നൊരാനന്ദമുണ്ട്. ഹന്ന പറഞ്ഞു, എൻ്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു. ദൈവത്തിനാണ് അവൾ നേർന്നത്. അതിൻ്റെ മഹത്വം ഇന്നും കുറഞ്ഞിട്ടില്ല. ഇന്ന് പകലും നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അവൾ ദൈവസന്നിധിയിലെടുത്ത തീരുമാനത്തിൽ ദൈവം നൽകിയ മഹത്വമാണ്, ദൈവം നൽകിയ മാന്യതയാണ്. ഈ പുതുവർഷത്തിൽ ദൈവസന്നിധിയിൽ ചില ഉറച്ച തീരുമാനങ്ങൾ എടുക്കുക. ദൈവത്തോട് ഉടമ്പടി ചെയ്യുക. ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ചില നിലപാടുകൾ ഇന്ന് പകൽ നമുക്കെടുക്കാം. കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മെ അനുഗ്രഹിച്ച ദൈവം ഈ വർഷവും നമ്മെ അനുഗ്രഹിക്കുന്നവനാണ്. നമുക്ക് വേണ്ടി പുതുവഴികളെ തുറക്കുന്നവനാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ചില തെരഞ്ഞെടുപ്പുകൾ, ഉറച്ച തീരുമാനങ്ങൾ നമ്മിൽ നിന്നും പുറത്തു വരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം നമ്മിലൂടെ മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.